ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, തലശ്ശേരിയിലെ BJP പ്രവർത്തകൻ നിഖിലിനെ കൊന്ന കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ് ഈ ടെൻഷൻ ശ്രീജിത്ത്. നല്ല പേര്. പരോളിൽ ഇറങ്ങിയ സമയത്താണ് ഈ പരിപാടി പങ്കെടുത്തത്. മാത്രമല്ല, തീർന്നില്ല. കുന്നോത്തുപറമ്പിലെ BJP പ്രവർത്തകൻ KC രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 4ാം പ്രതിയാണ് CPM ക്രിമിനൽ സംഘത്തിൽ ഉൾപ്പെട്ട ശ്രീജിത്ത്. മുസ്ലിം ലീഗ് പ്രവർത്തകനായ നാദാപുരത്തെ അസ്ലമിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും ഇയാൾ പ്രതിയാണ്. അതായത് ഇയാൾ ഒരുപക്ഷെ ജയിലിടിഞ്ഞ് വീണാലും പുറത്തു വരാൻ സാധ്യതയില്ല. കാരണം ഇത് ജീവപര്യന്തം കഠിന തടവാണ്. ഇനിയിപ്പോൾ 2 കേസുകളിൽ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ താങ്കൾക്ക്. പിന്നെ പിണറായി വിജയൻ തുടർന്നും ഭരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പരോളിൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കാം. നമ്മുടെ ഷെറിൻ്റെ കാരണവർ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞതാണല്ലോ. സൗന്ദര്യം ഉണ്ടെങ്കിലും പുറത്തിറങ്ങാം സ്ത്രീകൾക്ക്. ഓക്കെ, അപ്പോൾ നോക്കൂ, ആ മനുഷ്യനാണ് സ്നേഹഗാഥയെക്കുറിച്ച് പാടുന്നത്. ആ തുടക്കം താങ്കൾ കേട്ടോ? ആ പാട്ടിൻ്റെ സ്നേഹഗാഥ. അസഹ്യമാണ്. അസഹ്യമായ സാംസ്കാരിക ച്യുതിയുടെ ഏറ്റവും പുതിയ നിദർശനമാണ് ഈ CPM-ഉം അതുപോലെ SFI-യും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ നമുക്ക് പറ്റുന്നൊരു പ്രശ്നം, കാഡർ സ്വഭാവമുള്ള 2 പ്രസ്ഥാനങ്ങളാണ് RSS-ഉം CPM-ഉം. രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഈ കാഡർ സ്വഭാവമുള്ള, അതായത് ഈ അണികളെ വളരെ കൃത്യമായി ഡിസിപ്ലിൻ ചെയ്ത് കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെ ഒരു പ്രസ്ഥാനമാണ് CPM-ഉം. അപ്പൊ ഈ കാഡർ സ്വഭാവമുള്ള പാർട്ടികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ അല്ലെങ്കിൽ സാംസ്കാരിക സംഘടനകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അണികൾ അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ പോയില്ലെങ്കിൽ അണികൾ ചോർന്നു പോകും എന്നുള്ളതാണ്. RSS കേരളത്തിൽ, ഞാൻ കേരളത്തിൽ മാത്രം കാര്യമാണ് പറയുന്നത്, കേരളത്തിൽ നേരിടുന്നത് സംസ്കാരം എന്തെന്ന് പോലും അറിയാത്ത ഒരു പ്രസ്ഥാനമായ CPM-നോടാണ്. RSS-ന് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിലോ ഒക്കെ ഉള്ള രീതിയല്ല കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ നമുക്കറിയാം 1975-ന് ശേഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത്രയധികം രക്തരൂഷിതമായ കൊലപാതകങ്ങൾ ഒരു പക്ഷേ ഈ ഭാരതത്തിൽ മറ്റൊരു ദേശത്തും നടന്നിരിക്കില്ല. ബംഗാൾ ഒഴികെ. ബംഗാളിലുണ്ട്, പക്ഷെ ഏകപക്ഷീയമാണ്. ബംഗാളിൽ RSS-ഉമായിട്ടുള്ള ടെൻഷൻ ആയിരുന്നില്ല. ഇപ്പൊ കേരളത്തിൽ CPIM എന്ന പാർട്ടി വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നതിൽ, ഇത് എന്റെ ഒരു സ്വതന്ത്രമായ നിരീക്ഷണമാണ്, കാഡർ സ്വഭാവമുള്ള പാർട്ടികൾ തമ്മിലുള്ള ഒരു രഹസ്യ വീഴ്ചയുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലെങ്കിൽ ഒരു കാരണവശാലും പിണറായി വിജയനെ പോലെ ഒരു അധമനായ മുഖ്യമന്ത്രി പല തവണ നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ്. സ്പ്രിംഗ്ലർ അഴിമതി, ലൈഫ് മിഷൻ അഴിമതി, മകൾക്ക് കമ്പനി ഉണ്ടാക്കി കൊടുത്ത അഴിമതി, അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര അഴിമതി വളരെയധികം ഇങ്ങനെ കേരളത്തിൽ ഉയർന്നു കേട്ടിട്ടും ഇപ്പൊ പിണറായി വിജയൻ താഴെ പോകുമെന്ന് നമ്മളെല്ലാം പ്രത്യാശിച്ചിട്ടും അദ്ദേഹം ഇങ്ങനെ തുടരുന്നതിനും അപ്രതിരോധ്യനായി തുടരുന്നതിനും അദ്ദേഹം തീരെ കുലുങ്ങാതെ മുന്നോട്ട് പോകുന്നതിലും കാഡർ സ്വഭാവമുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് ഉള്ള പങ്ക് ചെറുതല്ലെന്നാണ് എന്റെ ഒരു വിശകലനം. അതിന് എന്ത് വിരോധം തോന്നിയാലും ഞാൻ അത് തുറന്നു പറയും. അപ്പൊ അടുത്ത തവണ അദ്ദേഹം തന്നെ വരും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? മികച്ച രാഷ്ട്രീയ ഭരണം കാഴ്ചവെച്ചതുകൊണ്ടാണോ പിണറായി വിജയൻ ഇനിയും അധികാരത്തിൽ വരുന്നത് നമ്മൾ പറയുന്നത്? അല്ലെങ്കിൽ വിലക്കയറ്റം തടഞ്ഞു നിർത്തിയതുകൊണ്ടാണോ? അല്ലെങ്കിൽ പൊതുജീവിതം ക്രമസമാധാനം വളരെ സ്തുത്യർഹമാം വിധം നന്നായതുകൊണ്ടാണോ പിണറായി വിജയൻ വീണ്ടും വരുമെന്ന് ഈ പറയുന്നത് കേവലം രാഷ്ട്രീയമാണ്. അതായത് കോൺഗ്രസ് എന്ന ദുഷ്ടലാക്കുള്ള കോൺഗ്രസ് എന്ന മുസ്ലിം പാർട്ടിയുമായിട്ടുള്ള ഹിന്ദുക്കളുടെ അടിസ്ഥാനപരമായ ടെൻഷനാണ് സത്യത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത്. കാരണം 100% കോൺഗ്രസ് മുസ്ലിം പ്രീണനത്തിലേക്ക് വീഴുകയും, അത് ഇപ്പൊ മാത്രമല്ല നെഹ്റുവിന്റെ കാലം മുതലേ ഹിന്ദുക്കളെ കണക്കെട്ട് ദ്രോഹിക്കുകയും ചെയ്തതിലൂടെ കോൺഗ്രസിന്റെ നാശമാണ് ഹിന്ദുക്കളുടെ മുക്തി എന്നൊരു ധാരണ, അത് ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ്. കോൺഗ്രസിന്റെ നാശമാണ് ഹിന്ദുക്കളുടെ മുക്തി എന്നൊരു ധാരണ നമ്മിൽ പലർക്കും രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ ഉണ്ട്. പക്ഷെ CPM-ന് അത്ര എളുപ്പത്തിൽ ഡിസ്മാന്റിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ബംഗാളിലെ ശൈലി അല്ല അവരിവിടെ കേരളത്തിൽ പ്രയോഗിക്കുന്നത്. ബംഗാളിൽ കാടടച്ച് യാതൊരു തത്വവും പ്രസംഗിക്കാത്ത അടിയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു വശത്ത് സാംസ്കാരിക നായകർ എന്നൊരു വർഗത്തെ സൃഷ്ടിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യുന്ന എല്ലാ തോന്നിയവാസത്തിനും കവർ ഫയർ കൊടുപ്പിക്കുക, അതിനെ ന്യായീകരിപ്പിക്കുക എന്നൊരു പരിപാടി കാലങ്ങളായിട്ട് അരങ്ങേറി വരുക. അതിന്റെ ഏറ്റവും വലിയ കൂലി തൊഴിലാളിയാണ് സച്ചിദാനന്ദനും മറ്റും. അപ്പൊ ഇങ്ങനെ കേരളത്തിന്റെ മസ്തിഷ്കത്തിൽ വലിയൊരു ശതമാനം ജനങ്ങളിലേക്കും CPM പാവപ്പെട്ടവരുടെ പാർട്ടിയാണ്, CPM-ന്റെ പോരാട്ടങ്ങളിലൂടെയാണ് ഇവിടെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും നിലനിൽക്കുന്നത് എന്നൊക്കെയുള്ളൊരു മിഥ്യാധാരണ സൃഷ്ടിക്കുന്നതിൽ CPM ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ടെന്നുള്ള തെളിവാണ് ഇവരുടെ വീണ്ടും വീണ്ടുമുള്ള അധികാരത്തിലേക്കുള്ള വരവ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഈ പ്രസ്തുത വിഷയത്തിൽ സ്കൂളിൽ കുട്ടികൾ
അധ്യാപകരുടെ പാദപൂജ നടത്തി പാദം കഴുകിച്ചു എന്നുള്ള ഒരു വലിയ അക്ഷന്തവ്യമായ അപരാധമായിട്ട് അവതരിപ്പിക്കുകയാണ് SFIയും CPM. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇതിനൊക്കെ നമുക്ക് തടയിടാമായിരുന്നു. എങ്ങനെ? ഈ സ്പ്രിംഗ്ലർ വിവാദം വന്നപ്പോൾ ED വന്നിട്ട് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ വരെ റെയ്ഡ് നടത്തിയ സമയത്ത് പിണറായി വിജയനെ കേവലം 1 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ, എന്റെ ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക്, രാജ്യത്ത് വോട്ടവകാശമുള്ള സാധാരണ പൗരൻ എന്ന നിലയ്ക്കുള്ള ചോദ്യമാണ്, പിണറായി വിജയനെതിരെ ഉയർന്ന അത്ര അഴിമതി ആരോപണം ഈ രാജ്യത്ത് വേറെ ആർക്കെതിരെ ഉയർന്നിട്ടില്ല. അത്രയധികം തെളിവ് സഹിതം സ്പ്രിംഗ്ലറും ലൈഫ് മിഷനും ഒക്കെ, അതുപോലെ സ്വർണ്ണക്കടത്ത്, ഈ പിന്നെ ഖുറാന്റെ ഉള്ളിൽ സ്വർണം കടത്തിയ കേസ്, ഇങ്ങനെ അനേകം കേസുകളിലൊക്കെ പിണറായി വിജയൻ രഹസ്യമായും പരസ്യമായും ഇടപെട്ടിട്ടുള്ള ഒരു ബോധ്യം ജനങ്ങളിൽ ഉണ്ടായിട്ട് പോലും കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി 1 മണിക്കൂർ മതി, വെറും 1 മണിക്കൂർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ സ്ഥിതി ഇതാകുമായിരുന്നില്ല. ഒരിക്കലും പിണറായി വിജയൻ പിന്നീട് ഭരണത്തിൽ വരുമായിരുന്നില്ല എന്നാണ് എന്റെ ഉത്തമ ബോധ്യം. ഞാൻ തെറ്റാണ് പറ്റിയതെങ്കിൽ അനിൽജി എന്നെ തിരുത്തണം, ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ പൊതുബോധത്തിലേക്ക് സ്വാഭാവികമായിട്ടുള്ള സംശയമാണ്, പലരും അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതെ, അതായത് പൊതുബോധത്തിലേക്ക് പിണറായി വിജയൻ അജയ്യനാണെന്നൊരു ബോധം കടത്തിവിടുന്നതിൽ എതിർ പാർട്ടികൾക്കും വലിയൊരു പങ്കില്ലേ എന്നാണ് എന്റെ ചോദ്യം. അതായത് പിണറായി വിജയൻ എന്തൊക്കെ ചെയ്താലും ഇനിയും ഭരണത്തിൽ വരും എന്നൊരു അജണ്ട CPM കാഡേഴ്സ് അല്ല അഴിച്ചുവിടുന്നത്. BJPയിലുള്ള പലരും അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് എന്റെ അഭിപ്രായം. BJPയോട് അനുകൂലം നിൽക്കുന്ന പലരും രഹസ്യമായും പരസ്യമായും പറയുന്നു അത് ഇനി പിണറായിയെ വരൂ എന്ന്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത്? ക്രമസമാധാനത്തിന്റെ മികച്ച പാലനം കൊണ്ടാണോ? അതോ സ്ത്രീകളുടെ സുരക്ഷയാണോ? അതോ കുട്ടികളുടെ സുരക്ഷയാണോ? അതോ വിലക്കയറ്റം തടഞ്ഞു നിർത്തുന്നതാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അവിടെ കൃത്യമായിട്ട് അന്തഃപുരത്തിൽ ചെയ്യേണ്ട ചർച്ചയൊക്കെ ചെയ്ത ശേഷം പുറത്തു വന്നിരുന്നിട്ട് CPM കരാളഹസ്തമാണ്, CPM തെമ്മാടിയ രാഷ്ട്രീയമാണ് പറയുന്നത്, CPMനെ പോലെ നശിച്ച പാർട്ടിയില്ലെന്ന് ഇങ്ങനെ പുറത്ത് നമ്മൾ പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല. പോളിസി മേക്കിങ്ങിലാണ് വിജയവും പരാജയവും നിശ്ചയിക്കപ്പെടുന്നത്. എന്നെയും താങ്കളെയും പോലെയുള്ള സാധാരണ പൗരന്മാരുടെ ആശങ്ക അതല്ല. ഇനി ഒരിക്കൽ കൂടി പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്താവും? അത് ഞാൻ വളരെ കൺസേൺഡ് ആണ്. വിശ്വാസികൾക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുവരുമോ? അപ്പൊ ഒരു ടെൻഷനെ 10 മടങ്ങായിട്ട് അത് പൊട്ടുന്ന വരെയും ഉയർത്തി കൊണ്ടുവന്നിട്ട് ജനതയെ മടുപ്പിച്ചിട്ട് CPMനെ ഒഴിവാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിൽ ആരോ ലാഭം കൊയ്യാൻ കാത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആ ഒരു 15 or 20 വർഷം കൊണ്ട് ഹിന്ദു സമാജത്തിന് ഉണ്ടാവുന്ന നഷ്ടമോ കോട്ടമോ ഇവർക്ക് വിഷയമല്ല. മരുന്ന് വെക്കേണ്ട സമയത്ത് മരുന്ന് വെക്കാതെ അതങ്ങോട്ട് മുറിവങ്ങോട്ട് പഴുക്കട്ടെ, കാല് മുറിക്കുന്ന ഭാഗത്തേക്ക് എത്തട്ടെ, അപ്പൊ നമ്മൾ വരാം എന്ന് പറയുന്നത് സ്വന്തം ജനതയോട് കാണിക്കുന്ന ക്രൗര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞ 2016 ജനുവരിയിലാണ് വിദ്യാഭ്യാസ വിചക്ഷണനും ബഹുഭാഷാ പണ്ഡിതനും ലോകരാജ്യങ്ങളിലെല്ലാം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അഫയേഴ്സിലൊക്കെ ഇടപെട്ടിട്ടുള്ള നയതന്ത്ര വിദഗ്ധനായ TP ശ്രീനിവാസനെ SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശരത്ത് എന്ന് പറയുന്ന നരാധവൻ, എംബോക്കി പയ്യൻ, അങ്ങനെ പറയണം, നരാധവൻ എന്നും പറഞ്ഞാൽ പോരാ, ശരത്ത് എന്ന് പറഞ്ഞൊരു എംബോക്കി പയ്യൻ നടു റോഡിലിട്ടിട്ട് ആ കരണത്തടിച്ച് നിലത്ത് വീഴ്ത്തിയത്. TP ശ്രീനിവാസന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ശരത്തിനെ തുലാഭാരം നടത്താം. അത്രയും മഹാനായ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനെ റോഡിലിട്ട് അടിച്ച് താഴത്തിട്ടിട്ട് നെക്സ്റ്റ് ടേമിൽ ആരെയാണ് നമ്മൾ ഇലക്ട് ചെയ്തത്? ഇതേ പിണറായി വിജയനെയാണ്. TP ശ്രീനിവാസനുണ്ടായ അപമാനം, അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ശാരീരിക പീഡ, മാനസികമായ വ്യഥ, വിദ്യാഭ്യാസ രംഗത്തിനുണ്ടായ വ്യഥ, അതിന് ആരുത്തരവാദിത്വം പറയും? അപ്പൊ കാഡർ ആണെങ്കിൽ തിരിച്ചടിക്കണം. ഒരു വലിയ ഹോട്ടലിൽ നല്ല ഏലക്കായിട്ട ചായയും കശുവണ്ടി പരിപ്പും ഇട്ടിട്ട് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് നിങ്ങൾ ബായ് ആയി എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം ഹിന്ദുക്കൾ എന്ത് ചെയ്യുമ്പോഴും അതിനെ വളരെ മോശമായിട്ട് ക്യാമ്പയിൻ കൊണ്ട് നശിപ്പിക്കാൻ ഒരുങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയുടെ ഗ്രേഡ് നോക്കൂ നിങ്ങൾ. അപ്പോ ഹിന്ദുക്കൾ അവരുടെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ പോലും അവരുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ മതപരമായ ആചരണങ്ങൾ ചെയ്യരുതെന്ന് ശഠിക്കുന്ന താലിബാൻ മോഡലല്ലേ ഇവിടെ ഇറക്കുന്നത്? ഇതിന് നമ്മൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യം, ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അതായത് അവർ ചെയ്യുന്നത്, അവർ ജിഹാദികളുടെ പണം വാങ്ങിയിട്ട് ഒരു തരത്തിലും ഹൈന്ദവമായ ഒരു ബിംബത്തെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നടേശൻ മാഷ് ജോലി ചെയ്യുന്ന കോളേജിന്റെ മുമ്പിലെ ശങ്കരാചാര്യരുടെ പ്രതിമയുടെ അവസ്ഥ എന്താണ്? ശങ്കരാചാര്യരുടെ പ്രതിമ കാണാത്ത രീതിയിൽ ചുവന്ന കോണകം കൊണ്ട് മറച്ചിരിക്കുകയാണ്. അരിവാൾ അടയാളപ്പെടുത്തിയ ചുവന്ന കോണകം എന്നേ വിളിക്കുള്ളൂ ആ പാർട്ടിയുടെ കൊടിയെ. അത്ര അധമന്മാരാണ് അവര്.
ഈ രാജ്യത്തിന്റെ ദാർശനിക ഭൂമികയിൽ ഏറ്റവും മഹത്തായ ഒരു ഗിരി ആണ് ആര്? ശങ്കരാചാര്യ സ്വാമികൾ. ഹിമാലയ തുല്യം മഹത്വമുള്ള ആള്. ആ ശങ്കരാചാര്യ സ്വാമികളുടെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പോലും കോളേജിൽ പോലും സ്വാമിയുടെ പ്രതിഷ്ഠ നടത്തരുത്, വിഗ്രഹം വെക്കരുത്, ആ വിഗ്രഹം വെച്ചാൽ അതിനെ ഞങ്ങൾ കൊടികൊണ്ട് മറക്കൂ എന്ന് പറയുന്ന ധാർഷ്ട്യത്തെയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അവർ കാടർ സ്വഭാവത്തോടുകൂടി പെരുമാറുകയാണ്, അവർ കാടൻ സ്വഭാവത്തോടുകൂടി പെരുമാറുകയാണ്. നമ്മളോ രഘുപതി രാഘവ രാജാറാം, നമ്മൾ ഗാന്ധിയൻ മാർഗം പിന്തുടരുകയും അവർ അടുത്ത തവണ വരട്ടെ, അതിന്റെ അടുത്ത തവണ വരട്ടെ, അപ്പൊ ഹിന്ദുക്കൾ നശിച്ച് മടുത്തിട്ട് ഇവരെ ഒഴിവാക്കിക്കോളും എന്ന മണ്ടൻ സിദ്ധാന്തം കൊണ്ട് നടക്കുകയാണ്. CPM രാഷ്ട്രീയമായി സംഘടിച്ച് വലിയ ശക്തിയായി തീരുകയാണ്. ഓരോ ഇലക്ഷൻ ജയിക്കുമ്പോഴും അടിത്തറ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സംവിധാനമാണ്. അതുകൊണ്ടാണ് കരുവന്നൂർ ബാങ്കില് അവനവനിട്ട പണം ചോദിച്ച ഫിലോമിന എന്ന സ്ത്രീക്ക് രോഗം മൂർച്ഛിച്ച് അവർ മരിക്കാനിടയായത്. അവർക്ക് ഒരു തുണ്ട് പൈസ, ഒരു 5 പൈസ പോലും കൊടുക്കാതിരുന്നതും ഈ ധാർഷ്ട്യമാണ്. ഈ ധാർഷ്ട്യം വളർന്നു വരുമ്പോൾ ഇല്ലാതാവുന്നത് സാംസ്കാരിക പശ്ചാത്തലവും നിലപാട് തറകളുമാണ്. അവരടുത്തവണ വന്നോട്ടെ എന്ന് പറയുന്ന രാഷ്ട്രീയം എനിക്ക് മനസ്സിലാവുന്നേയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഉത്തരേന്ത്യയിൽ പയറ്റുന്ന രീതിയല്ല കേരളത്തിൽ വേണ്ടതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇതൊന്നും പറയാൻ മാത്രമുള്ള ആളല്ല ഞാൻ, അവരുടെ ഇഷ്ടപ്പെട്ട ആളുമല്ല. എങ്കിലും പറയാതിരിക്കാൻ വയ്യ, പിണറായി വിജയനോടും അവരുടെ പാർട്ടിയോടും നമ്മൾ എടുക്കുന്ന രീതികൾ ഒട്ടും പര്യാപ്തമല്ല. നമ്മൾ അവിടെ ഇവിടെയൊക്കെ പ്രതിഷേധം പറയുന്നുണ്ടെങ്കിലും പര്യാപ്തമല്ല. ഇതല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ കാഡർ സ്വഭാവം ഇറക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്ത് അടിക്ക് തിരിച്ചടി എന്ന രീതി കിട്ടുമ്പോൾ മാത്രമേ CPM പഠിക്കുകയുള്ളൂ. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ എന്തിനു വേണ്ടിയാണോ TP ശ്രീനിവാസൻ സാറിനെ അടിച്ചത്? എന്തിനായിരുന്നു? യൂണിവേഴ്സിറ്റീസിന്റെ പ്രൈവറ്റൈസേഷൻ, വിദേശത്തുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതിന് എതിരായിരുന്നു SFI എന്ന്, അല്ലെ? CPM-ഉം ഔദ്യോഗികമായിട്ടായിരുന്നു. ഇപ്പോൾ ബിന്ദു ടീച്ചറുടെ നേതൃത്വത്തിൽ എന്താ നടന്നത്? വിദേശ സർവകലാശാലകളെ നമ്മൾ ഇവിടേക്ക് ചായക്കോപ്പയും സൽക്കാരവും നടത്തി വിളിച്ചു വരുത്തുകയല്ലേ ഇതേ പാർട്ടി. അതായത് പ്രത്യേകിച്ച് യാതൊരു സാംസ്കാരിക പശ്ചാത്തലവും ഇല്ലാത്ത, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞ എന്താണ്, ബഹുപിതൃജാതന്മാരുടെ സ്വഭാവം കാണിക്കുന്ന, അത് VS-ന്റെ ഭാഷയാണ് കേട്ടോ, പിതൃശൂന്യന്മാരെന്നുള്ള ഭാഷ സ്വരാജിനെതിരെ പ്രയോഗിച്ച VS-ന്റെ ഭാഷ. പണ്ട് എന്തിനെതിരെയൊക്കെ സമരം നടത്തിയോ അതെല്ലാം ഇപ്പം വളരെ കൂളായി അവർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നമുക്കറിയാലോ, പുഷ്പനെ അറിയാമോ എന്ന് പാടി നടന്നു. അതിനാധാരമായിട്ട് എത്രയാ 5 ചെറുപ്പക്കാരെയല്ലേ കൊലക്ക് കൊടുത്തത്? അല്ല, പുഷ്പനെ അറിയാമോന്ന് പാടിയത് പോട്ടെ, ആ പുഷ്പൻ എന്തിനു വേണ്ടി മരിച്ചു? ആ കോസ് വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോ സത്യം പറഞ്ഞാൽ ചെകുത്താന്റെ വേല ചെയ്യുന്ന ഒരു കുട്ടി ചെകുത്താനാണ് ഈ CPIM. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ ചിലർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് ഇവരിലൂടെ കാര്യങ്ങൾ സമർത്ഥമായി നേടിയെടുക്കാം, ഇവർ പുറമേ പറയുന്ന കമ്മ്യൂണിസം മാത്രമേ ഉള്ളൂ തിരിച്ചറിഞ്ഞ ഏതോ വലിയൊരു കച്ചവടക്കാരന്റെ ആസൂത്രണമാണോ കേരളത്തിൽ നടക്കുന്നത് എന്നും എനിക്ക് സംശയമുണ്ട്. കാരണം ജനതയെ, അവർക്ക് എന്ത് സഫറിങ് ഉണ്ടായിക്കോട്ടെ, ശബരിമലയിൽ കൊച്ചു പെൺകുട്ടികൾക്കും അച്ഛനും വിരിവെക്കാൻ, മാളികപ്പുറങ്ങൾക്കും അയ്യപ്പന്മാർക്കും വിരിവെക്കാൻ സമ്മതിക്കാതെ അവിടെ ഫയർഫോഴ്സിനെ കൊണ്ട് വെള്ളം തെളിച്ച് അവിടെ കിടക്കാൻ സമ്മതിക്കാത്തത് മുതലുള്ള യതീഷ് ചന്ദ്രയെ കൊണ്ടുള്ള പീഡനം വരെ. ആ യതീഷ് ചന്ദ്രയ്ക്ക് പിന്നീട് കേന്ദ്ര സർക്കാർ ഏറ്റവും നല്ല സർവീസിനുള്ള അവാർഡും കൊടുത്തു അതേ വർഷം. അപ്പൊ അങ്ങനെ നമ്മളെ വളരെയധികം ചിന്താക്കുഴപ്പത്തിലാക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഈ കാഡർ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് തുറന്നു പറയുന്നതിൽ എനിക്ക് അതൊരു വിഷമമാണ്. രണ്ടാമത്, നമ്മുടെ സരസു ടീച്ചർ പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളായിട്ട് 23 വർഷം വരെ അവിടെ കോളേജിൽ പഠിപ്പിച്ച ടീച്ചറാണ്. ആ ടീച്ചർ റിട്ടയർ ചെയ്യുന്ന മാർച്ച് 31 തീയതി 2016 തന്നെയായിരുന്നു അതും, അല്ലെ? മാർച്ച് 31 ഇവരെന്ത് ചെയ്തു? SFI ആ ടീച്ചർക്ക് ശവമഞ്ചം അല്ലെങ്കിൽ ശവക്കുഴി ഒരുക്കിയിട്ട് അവിടെ എഴുതി വെച്ചു, ഇത് സരസുവിന്റെ ശവക്കുഴിയാണെന്ന്. അപ്പൊ ഇതിനോട് നമ്മൾ പ്രതികരിച്ചെങ്ങനെയാണ്? മിണ്ടിയില്ല. അതിന് കാരണം, നമുക്ക് സാംസ്കാരികമായി ഇപ്പോഴും സച്ചിദാനന്ദനെ പോലെയോ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെയോ അവരുണ്ടാക്കി വെച്ച ഒരു നിര നമുക്ക് ഇപ്പോഴും ഇല്ല. കാരണം നമ്മളിൽ പലർക്കും പുസ്തകം ചതുർത്ഥിയാണ്. അത് പ്രശ്നം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള സാംസ്കാരിക നിരയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടിയേറ്റിരിക്കുന്നത്. അതായത് സാംസ്കാരികമായ നല്ലൊരു നിരയെ, സമർത്ഥരായ നല്ല വാക്സിദ്ധിയും നല്ല വായനയും ഉള്ള ആളുകളുടെ ഒരു നിരയെ ഉണ്ടാക്കിയെടുത്തിട്ട് അവരെ കൊണ്ട് ഇത്തരം കാര്യങ്ങളെ ഡിഫെൻഡ് ചെയ്യിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടതിന്റെ ലക്ഷണമാണത്. അപ്പൊ വാക്കിലും നമ്മൾ പരാജയപ്പെട്ടു, വാളും നമ്മൾ താഴെ വെച്ചു എന്നിരിക്കിൽ
വരുന്ന 5 കൊല്ലം കൂടി ഇവൻ ഈ ദുഷ്ടന്മാരുടെ ഭരണം വരികയാണെങ്കിൽ എന്തായിരിക്കും കണ്ടറിഞ്ഞാൽ മതി. അപ്പോ ഇന്നത്തെ CPIM-ന്റെ പിന്നെ ജനറൽ സെക്രട്ടറി, അതായത് അന്തർദേശീയ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ അന്നത്തെ വാക്കെന്താ, സരസ്വതി ടീച്ചർക്ക് ശവമാടം ഒരുക്കിയതിന്റെ പേരിൽ അന്ന് MA ബേബി പറഞ്ഞ വാക്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. അത് കുട്ടികളുടെ ആർട്ട് ഇൻസ്റ്റലേഷൻ ആണെന്ന്. SFIയുടെ കുട്ടികളുടെ ആർട്ട് ഇൻസ്റ്റലേഷൻ ആയിരുന്നു തങ്ങളെ പഠിപ്പിച്ച ടീച്ചർക്ക് ശവക്കുഴി ഒരുക്കിയെന്നാണ്. അപ്പൊ അധ്യാപകരെ മുഖത്തടിച്ച് നിലത്ത് വീഴ്ത്തുക, അവർക്ക് ശവമഞ്ചം ഒരുക്കുക, ശവക്കുഴി ഒരുക്കുക തുടങ്ങിയ അതെ, അവരുടെ കസേര കത്തിച്ച് കളയുക, അധ്യാപകരെ ഭേദ്യം ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ചില തെറിവിളിയൊന്നും പറയാൻ വയ്യ, നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ അറിയാം എങ്ങനെയാണ് SFI ഖരാബ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത്രയൊക്കെ ചെയ്യുന്ന ഒരു പ്രസ്ഥാന ഹിന്ദുക്കളുടെ ഒരു ആവശ്യമായ, നമുക്കറിയാലോ, ന ഗുരോരധികം ന ഗുരോരധികം ന ഗുരോരധികം ശിവശാസനത 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 ശിവശാസന. ഇത് പരമശിവന്റെ പിന്നെ നമ്മുടെ ഗുരുഗീതയിലുള്ളതാണ്. ഗുരുവിലധികം മറ്റൊന്നുമില്ലെന്നാണ്. മാത്രമല്ല, ഗുരോരംഘ്രി പത്മേ മനശ്ചേന്ന ലഗ്ന, ഗുരുവിന്റെ പാദപത്നത്തിൽ മനസ്സ് ധ്യാനിക്കപ്പെടുന്നില്ലെങ്കിൽ, ഏകാഗ്രമാവുന്നില്ലെങ്കിൽ തന്റെ വെൽത്തും ആരോഗ്യവും പണവും എല്ലാം വെറുതെയാണെന്നാണ് ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഗുരു സ്തോത്രങ്ങൾ അനേകമുള്ള ഈ നാട്ടിൽ ഗുരുക്കന്മാരെ പൂജിക്കുക. പോട്ടെ, വൈദിക പ്രാർത്ഥന സഹനാവവതു സഹനൗഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. പരസ്പരം ചേർന്ന് വിദ്യയുടെ സന്ധിയിലേക്ക് ചേരാൻ വേണ്ടി 2 ഭാഗങ്ങളായി പ്രവർത്തിക്കുന്ന ഈ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ഏറ്റവും ഉദാത്ത പ്രതീകമാണ് ഗുരുവിന്റെ പാദ നമസ്കാരം എന്നുള്ളത്. അത് ചെയ്യുന്നതിനെ പോലും എതിർക്കുന്ന ഒരു പാർട്ടിക്കെതിരെ ഫിസിക്കലിയും മെന്റലിയും ഇന്റലക്ച്വലിയും പ്രവർത്തിക്കാൻ കഴിവില്ലാതെ വലതുപക്ഷം നാളെ ഇവര് തന്നെയാണ് ഭരണത്തിൽ വരാൻ പോകുന്നത് ഇങ്ങനെ സ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഡിഫൻസ് ഇപ്പോഴേ നിർത്തി വാളൊക്കെ താഴെ വെച്ചു വാക്കും കെട്ടുപോയ നമുക്ക് എന്താണ് ഇനി നാളെ നമ്മുടെ ഭാവി എന്താണെന്ന് കണ്ടറിയണം. ക്ഷേത്രങ്ങളുടെ ഭാവി, ഇതുപോലെയുള്ള സ്വകാര്യ സ്കൂളുകളിൽ പോലും ഗുരുക്കന്മാരുടെ പാദപൂജ ചെയ്തുകൂടാ ഫത്വയാണ് ഇറക്കിയിരിക്കുന്നത്. ഫത്വ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിയാത്ത ഹിന്ദു സമൂഹത്തെ നോക്കി എനിക്ക് കരയാനേ സാധിക്കുന്നുള്ളൂ. ഗൗരവത്തോടെ ചിന്തിക്കണം. യെസ്.